ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി കാണിച്ചു തന്നാലോ. ഇത് നമുക്ക് കുട്ടികൾക്ക് സ്കൂളൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏത് ഓയിലായാലും ഇല്ല, ഇപ്പോൾ വെളിച്ചെണ്ണ ആയാലും അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, ഉള്ളി ഇട്ട് നല്ലോണം വഴറ്റിയതിന് ശേഷം അതൊന്ന് വാടി വന്നാൽ അതിലേക്ക് നല്ലോണം പഴുത്ത 2 തക്കാളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഞാനൊരു മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. എന്നിട്ട് മൂടി വെച്ച് നന്നായിട്ട് അത് തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നാൽ അതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് 1 ടീസ്പൂണ് സോയാ സോസും കെച്ചപ്പോ അല്ലെങ്കിൽ ഇപ്പോൾ ടൊമാറ്റോൻ്റെ പ്യൂരി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ വേവിച്ച് വെച്ച റൈസ്, ഇത് ഞാൻ ബസ്മതി റൈസാണ് എടുത്തത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് റൈസ് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പിന്നെ പശു നെയ്യും കൂടി ഇട്ട് കൊടുത്താൽ ചോറ് റെഡി. അടിപൊളി റെസിപ്പിയാണ്, എന്തായാലും എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണ്. ഐസുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടാവും, നല്ലോണം ഫുഡ് കഴിച്ചെന്ന്. അപ്പോൾ ഇതാ അത്രയൊക്കെ ഉള്ളൂ. ബൈ.